വി ഡി സതീശൻ പിണറായി വിജയൻ പോരാട്ടത്തിന് വീണ്ടും സഭ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കിഫ്ബി, മദ്യനയം, അതിവേഗ റെയിൽപാത ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ മുൻ സർക്കാർ എടുത്ത നയപരമായ തീരുമാനങ്ങളിൽ പുതിയ സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യമൊക്കെ, അതിനെ പ്രതിപക്ഷം എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ ചോദ്യങ്ങളാകുന്നു. അതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. സഭയിൽ വീണ്ടും വി ഡി പിണറായി വിജയൻ നേർക്കുനേർ. റയീസ്, അതാണ് രാജ്യത്ത് 15ാം നിയമസഭ സാക്ഷ്യം വഹിച്ചതുപോലെ വി ഡി സതീശൻ വേഴ്സസ് പിണറായി വിജയൻ പോരാട്ടമായിരിക്കും ഇത്തവണയും നിയമസഭയിൽ കാണുക. ചെറിയൊരു മാറ്റം, ചെറുതല്ല വലിയൊരു മാറ്റം തന്നെ. ട്രഷറി ബെഞ്ചിൽ നിന്ന് ഭരണപക്ഷത്തെ മുഖ്യമന്ത്രിയായി നയിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നിരയിലേക്ക് പോകുന്നു, പ്രതിപക്ഷ നേതാവായി പോകുന്നു. പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷത്തെ നയിച്ച വി ഡി സതീശൻ ഭരണപക്ഷത്തെ നയിച്ച് മുഖ്യമന്ത്രിയായി സഭയിലെത്തുന്നു എന്നത് മാത്രമാണ് മാറ്റം. ഈ സമയത്ത് പലതരത്തിലുള്ള കഴിഞ്ഞ സർക്കാർ എടുത്ത നയപരമായ തീരുമാനങ്ങളുണ്ട്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ മദ്യനയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ UDF സർക്കാർ നടപ്പിലാക്കുമോ? കിഫ്ബിയെ അടിമുടി എതിർക്കുന്ന ഒരു നിലപാടായിരുന്നു UDFൻ്റേത്. അത് മുഴുവൻ പൊളിച്ചെഴുതുന്ന ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. അതിവേഗ റെയിൽപാതയിൽ കേന്ദ്ര നിലപാടിന് ഒപ്പം ആയിരുന്നു UDFൻ്റെ അന്നത്തെ നിലപാട്. ആ നിലപാടിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. വാദപ്രതിവാദം ഒരർത്ഥത്തിൽ ഇന്നലെ തന്നെ തുടങ്ങി. കാരണം ട്രഷറിയിൽ പണമില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണി പറയുകയും അതിനു മറുപടിയായി മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.